ഇദ്ദേഹത്തിന് അറിയാലോ അല്ലേ, ഞരളത്ത് ഹരിഗോവിന്ദൻ. ഇന്ന് ഒരേ ദിവസം ഇറങ്ങിയ രണ്ട് വാർത്തകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് രണ്ടും ഒന്നൊരു തീവ്രവാദ നിലപാടിനെ കുറിച്ചും മറ്റൊന്ന് സ്നേഹത്തിന്റെ കൈപിടിക്കലിനെ കുറിച്ചുമാണ് പറയാനുള്ളത്. ഒന്ന്, സംഘപരിവാര അനുകൂലികൾ തീവ്രവാദപരമായ ഒരു പ്രസ്താവനയും, ഒപ്പം തന്നെ മറ്റൊന്ന് മുസ്ലിം ലീഗ് എന്ന സംഘടന വീട് വെച്ച് നൽകിയതുമായ വാർത്തയാണ്. രണ്ടു ഒരു ദിവസം വന്ന വാർത്തയാണ്. അതാണ് കൗതുകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞരളത്ത് ഹരിഗോവിന്ദൻ അല്ലെ, സോപാന സംഗീത കലാകാരനാണ്. സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തെത്തിച്ച് ലോകപ്രശസ്തമാക്കിയ ഒരു കലാകാരനാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. അതിന്റെ പേരിൽ അദ്ദേഹം സൈബർ ആക്രമണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തീവ്ര ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവനെ പടിക്ക് പുറത്താക്കിയ ആ 5 ക്ഷേത്ര ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ. അതായത് കേരളത്തിലെ ഇദ്ദേഹത്തിന്റെ ഏതോ ഒരു ക്ഷേത്രങ്ങളിൽ 5 പരിപാടികൾ ബുക്ക് ചെയ്തിരുന്നു, 5 ക്ഷേത്രങ്ങളിലായിട്ട്. അത് ക്യാൻസൽ ചെയ്തു. നമുക്കറിയാം, ഇപ്പോഴത്തെ ചില ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സംഘപരിവാര ആളുകളാണ്, അതിന്റെ മെമ്പർമാരാണ്. ഇപ്പോഴുള്ള ചില ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അവരാണ്. ഇദ്ദേഹത്തിന്റെ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ദിവസം തന്നെ മുസ്ലിം ലീഗ് ചെയ്തൊരു കാര്യം നോക്കണേ. നമുക്കറിയാം, വയനാട് ചൂരൽമലയിൽ ഉണ്ടായ അപകടം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ആ അപകടത്തിൽപ്പെട്ട ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ആശ്വാസമേകുന്ന, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എടുത്തതിന് ഇദ്ദേഹത്തിന്റെ കഞ്ഞുടി മുട്ടിക്കണം എന്ന് പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ചൂരൽമലയിലെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, അവിടെയുള്ള ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ഇവർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. ഈ വാർത്ത കണ്ടിട്ട് തിരിച്ചു വരാം. മനോരമയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത കണ്ടിട്ട് തിരിച്ചു വരാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട 51 കുടുംബങ്ങൾ കൂടി സ്വന്തം വീടിന്റെ തണലിൽ. മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു ഗൃഹപ്രവേശം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമെന്നായിരുന്നു മുഖ്യാതിഥിയായി എത്തിയ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ഭിന്ന സുസ്വരം കേൾക്കുവാനാവണം. അങ്ങനൊരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അങ്ങനത്തെ ഒരു വീട് കിട്ടുന്നു. അതിന് മുസ്ലിം ലീഗ് ആൾക്കാരോടും തങ്ങളോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ഞരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ ജീവിതമാർഗത്തെയും ഇല്ലായ്മ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇവർ ഒരു സൈഡിൽ, മുസ്ലിം ലീഗ് കഴിഞ്ഞ ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള 52ഓളം കുടുംബങ്ങൾക്ക്, അവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും 52ഓളം വീടുകൾ വെച്ച് നൽകിയ മുസ്ലിം ലീഗ് മറുഭാഗത്ത് നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ ആരുടെ പക്ഷമാണ് പിടിക്കേണ്ടത്? ഒരാളുടെ ജീവിതമാർഗമില്ല, സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ, അതോ ഈ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട തന്നെ പാവങ്ങളെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലോ? ഞാൻ ജെന്യുവനായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? ആർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് കേരളം സംസാരിക്കേണ്ടത്? ഞാൻ ഉറപ്പായും പറയും, അതിനി മുസ്ലിം ലീഗല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന, ജാതിമത ഭേദമന്യേ ഒന്നും നോക്കാതെ പാവങ്ങളെ സഹായിക്കുന്നവരാരാണോ അവരുടെ കൂടെ അടിയുറച്ചു നിൽക്കും, അവർക്ക് വേണ്ടി സംസാരിക്കും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുള്ള, ഒരുത്തരെയും സഹായിക്കാത്ത, തീവ്രവാദ നിലപാടും വർഗീയതയും മാത്രം പറയുന്നവരെ എതിർക്കുകയും ചെയ്യും. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ 99% ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ നിലപാട് തന്നെയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ്. എന്തിനാണ് ഈ വിദ്വേഷം കൊണ്ട് ആർക്കെങ്കിലും വയറ് നിറക്കാൻ കഴിയുമോ? ഈ വർഗീയത കൊണ്ട് ഇവിടെ വികസനം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവിടെ. എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ നന്മയുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പാവങ്ങളായ ഒരു ലക്ഷക്കണക്കിന് ആളുകളില്ലേ, അവരെ വീടുകളിൽ
അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ നിങ്ങൾ? അവർക്ക് ഒരു നേരത്തെ ചായ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അത്തരത്തിലുള്ള നിങ്ങളാണോ ഈ ഹരിഗോവിന്ദനെ പോലുള്ള ആളുകളുടെ അന്നം കൂടി മുട്ടിക്കണമെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നത്? അദ്ദേഹം മുസ്ലിം ആയതല്ല, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചതല്ല. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു. അതിനെന്തിനാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത്? അദ്ദേഹത്തിന് ദ്രോഹമൊന്നുമില്ല. ഇതല്ലെങ്കിൽ 100,000 പരിപാടി അദ്ദേഹത്തിന് വേറെ കിട്ടും, അത് വേറെ. മനസ്സിലായില്ലേ? ഇവിടെ 5 പരിപാടി ക്യാൻസൽ വലിയ കാര്യം, പോവാൻ പറ പുല്ല്. ഇതിനെക്കാട്ടി വലിയ പരിപാടി കൊടുക്കാനും കപ്പാസിറ്റിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ക്ഷേത്രങ്ങളിലുണ്ട്. എന്നിട്ട് പോലും പല ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും പാടുന്നുണ്ട്. എന്തുകൊണ്ടാ? അത്തരം ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ സംഘപരിവാറുകാരല്ലാത്തതുകൊണ്ട്, മതേതരവാദികളായതുകൊണ്ട്. എന്തിനേറെ പറയണം, ഭജൻസ് പാടിയ ഭജൻസ് പാടി ഇഷ്യൂസ് ഉണ്ടായല്ലോ, ആ അമ്പല കമ്മിറ്റിക്കാർ എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങളുടെ കളിയൊന്നും എടുക്കണ്ട, ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രൈസ്തവരും എല്ലാം കൂടിയാണ് പരിപാടി നടത്തുന്നത്, ഇനിയും പരിപാടി നടത്തും, ഇനിയും പാടുമെന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ മുമ്പോട്ട് വന്നു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും, പാവപ്പെട്ടവരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും ഒരു നേരത്തെ ചായ മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത നിങ്ങളാണോ ഇവിടെ ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്നത്? എന്തിനാണ് അങ്ങനെ ആ രീതിയിൽ ഉണർത്തുന്നത്? അവിടെ ഉണർത്തണം. എങ്ങനെയാണെന്നറിയാമോ? അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉണർത്തും. തൃശ്ശൂർ വെടിക്കെട്ട് അപകടമാണെങ്കിൽ പോലും, അതുപോലെ ഇപ്പോൾ കേരളത്തിൽ നടന്ന ദുരന്തങ്ങളിലൊക്കെ നിങ്ങളുടെ പങ്ക് എന്താണ്? നിങ്ങളെ കൊണ്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ മറ്റുള്ള സമുദായങ്ങളിലൊക്കെ എല്ലാ രീതിയിലുള്ള ആളുകൾ, മനുഷ്യരെന്ന് പറയാം, മനുഷ്യരായവർ സഹായിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കളെ ഉണർത്താൻ നിൽക്കുന്നവർ ഒരു കാര്യം ചെയ്യണം. അവരെ വിളിച്ചുണർത്തുമ്പോൾ, ചേട്ടാ എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ എങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കുക.